Hello guys, welcome back to Star Live Tech. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഷവോമിയിൽ നിന്ന് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് പോക്കോ F2. സോ അതിൻ്റെ ഒരു പ്രോ വേർഷനാണ് ആദ്യം തന്നെ വരാൻ പോകുന്നത്. പോക്കോ F2 എന്ന സ്മാർട്ട് ഫോൺ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പോക്കോ F2 Pro എന്ന ഡിവൈസാണ് ഇറങ്ങാൻ പോകുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ പറ്റുമെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുമ്പോൾ 6.67 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയിരിക്കും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരാൻ പോകുന്നത്. ഒരു പോപ്പപ്പ് സെൽഫി ക്യാമറ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നോച്ചോ കാര്യങ്ങളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമുക്കൊരു കംപ്ലീറ്റ് ഡിസ്പ്ലേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കും. 87.2% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കാൻ പോകുന്നത്. നമുക്ക് നോർമൽ ഒരു 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 218 ഗ്രാംസ് ആണ്. നമ്മളിനി ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡിലും റിയർ സൈഡിലും നമുക്ക് ഗ്ലാസ് ബോഡിയാണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 5 ആണ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ലഭിക്കുന്നത്. പിന്നെ അലുമിനിയം ഫ്രെയിമുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പെർഫോമൻസ് ഭാഗത്തേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 865 എന്നൊരു പവർഫുൾ ചിപ്സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. 5G സപ്പോർട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 10 ബേസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. MIUI 11 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ യൂസർ ഇൻ്റർഫേസ്. അതുപോലെ തന്നെ Adreno 650 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ GPU. ഈ ഒരു സ്മാർട്ട് ഫോൺ 2 വേരിയൻസിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ബേസ് വേരിയൻറ്റ് 6GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ടോപ്പ് വേരിയൻറ്റ് വരുന്നത് 8GB റാമും 256GB ഇൻറ്റേർണൽ സ്റ്റോറേജും ആയിരിക്കും. ബേസ് വേരിയൻറ്റിൽ നമുക്ക് UFS 3.0യും ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് UFS 3.1ഉമാണ് ലഭിക്കുന്നത്. ഇനി നമ്മൾ ക്യാമറയെക്കുറിച്ച് നോക്കുമ്പോൾ റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുള്ളത്. 64 മെഗാപിക്സലാണ് മെയിൻ സെൻസർ. പിന്നെ ഒരു 5 മെഗാപിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ മാക്രോ ലെൻസും 13 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് കൊടുത്തിട്ടുള്ളത്. ക്യാമറ സെറ്റപ്പ് എല്ലാം ഒരു സർക്കുലർ ഷേപ്പിലാണ് നൽകിയിട്ടുള്ളത്. ഒരു LED ഫ്ലാഷും നമുക്ക് അതിന് താഴെ കാണാൻ സാധിക്കും. സെൽഫി ക്യാമറയെക്കുറിച്ച് നോക്കുമ്പോൾ 20 മെഗാപിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ 4700 mAh ഒരു ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുള്ളത്. ഒപ്പം 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഈ 33 വാട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 100% 63 മിനിറ്റ്സിനകം തന്നെ ചാർജ് ചെയ്യാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. USB Type-C പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുള്ളത്. ഒപ്പം 3.5mm ഓഡിയോ ജാക്കും ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും അവൈലബിൾ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് പേർപ്പിൾ, ഗ്രേ, വൈറ്റ്, ബ്ലൂ എന്നീ 4 കളേഴ്സിലും അവൈലബിൾ ആണ്. സോ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ പോക്കോ F2 Pro എന്ന ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻസ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതാവും ഇതല്ലേ നമ്മുടെ റെഡ്മി K30 Pro എന്ന്. അതെ ഗൈസ്, റെഡ്മി K30 Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു ക്ലിയർ റീബ്രാൻഡഡ് വേർഷനാണ് നമ്മുടെ പോക്കോ F2 Pro എന്ന പേരിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഒരു വ്യത്യാസം മാത്രം, റെഡ്മി K30 Proൻ്റെ പ്രൈസിനേക്കാളും കൂടുതലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ വരുന്ന സമയത്ത്. ഏകദേശം 40,000 രൂപയ്ക്ക് താഴെയാണ് റെഡ്മി K30 Proയുടെ പ്രൈസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിന് ഏകദേശം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 50,000 രൂപയ്ക്ക് അടുത്താണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ചിങ് ഡേറ്റിനെ കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല. എനിവേ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം തുടക്കത്തിലോ തന്നെ ലോഞ്ച് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ മറക്കാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പുറത്ത് ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലുള്ള ടെക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.